ഹായ്, നിങ്ങളൊരു കിച്ചൻ്റെ വർക്ക് ആരംഭിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരു വാർഡ്രോബ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് WPC അല്ലെങ്കിൽ മൾട്ടിവുഡ്. കാരണം ഇപ്പോൾ ഏറ്റവും എല്ലാവരും ആദ്യം തന്നെ നോക്കുന്ന ആ ഒരു മെറ്റീരിയലിലേക്കായിരിക്കും. പക്ഷേ നമുക്കറിയാം അത് ബഡ്ജറ്റ് ഇച്ചിരി കൂടുതലാണ്. നമ്മൾ WPC എടുത്ത് അത് മൈക്കാതെ ലാമിനേറ്റ് ചെയ്ത്, അപ്പോൾ ലാമിനേഷൻ്റെ എമൗണ്ട്, നമ്മുടെ അതിൻ്റെ ചിലവാക്കുന്ന പശ, ലേബർ ചാർജ് എല്ലാം വരുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അപ്പം ആൾക്കാരെന്ത് ചെയ്യും? അടുത്ത ഒരു ഓപ്ഷനിലേക്ക് പോകും. വില കുറഞ്ഞ മെറ്റീരിയലുകൾ, അവർ വില കുറഞ്ഞ പ്ലൈവുഡ് അല്ലെങ്കിൽ MDF അങ്ങനെയുള്ള ഒരു ഐറ്റത്തിലേക്ക് അവർ പോകും. അതുകൊണ്ട് ചിലവ് കുറയ്ക്കാനെന്നും പറഞ്ഞ് ആരും വില കുറഞ്ഞ മെറ്റീരിയലിലേക്ക് പോകണ്ട. നമുക്ക് WPC വെച്ച് തന്നെ ചെയ്യാം. നമുക്ക് പുതിയതായിട്ട് TO വുഡിന്റെ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് TO വുഡിന്റെ WPC ലാമിനേഷൻ. നമുക്കത് ഒരു ഡാർക്ക് ഫിനിഷ്, ഒരു ETയുടെ ഫിനിഷ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് തേക്കിന്റെ ഫിനിഷ് ഉണ്ട്. തേക്കിന്റെ എന്നൊക്കെ പറഞ്ഞത് വളരെ നല്ലൊരു തേക്കിന്റെ മാറ്റ് ഫിനിഷാണ്. നമുക്കൊരു നാച്ചുറൽ വുഡ് പോലെ തന്നെ തോന്നും ഇത്. അതുപോലെ ഫാബ്രിക് ഫിനിഷ്, ഇത് ഒരു ജൂട്ടിന്റെ ഫാബ്രിക് ഫിനിഷ് വരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കുള്ളത് ഒരു ലൈറ്റ് തേക്ക്, ഇത് ഒരു മാറ്റ് ഫിനിഷ്, ഒരു ടെക്സ്ചർ ഫിനിഷുള്ള തേക്കിന്റെ ഫിനിഷ്. അങ്ങനെ ഒരു 4 ഫിനിഷാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു WPC നമ്മൾ ലാമിനേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ഏകദേശം നമുക്കൊരു 7500-8000 രൂപ വില വരും. എന്നാൽ ഈ ഷീറ്റ് നമുക്ക് ആകെ ഇതിന്റെ വില വരുന്നത് വെറും 4800 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. വേറെ ഒന്നും ചെയ്യാനല്ല. ഷീറ്റ് വാങ്ങുക, ഇതിന്റെ എഡ്ജ് ബാൻഡ് ചെയ്യുക, നമുക്ക് ഡോറായിട്ട് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ യഥാർത്ഥ കളറും ഡിസൈനും നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി കിട്ടത്തില്ല. നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിലേക്ക് വന്ന് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോറൂമിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ടു ബോധ്യപ്പെടാം.